ഓക്കെ സർ. ഈ ഓവർ ഉണ്ടല്ലോ സാറിന് ക്ലാസ്, നമുക്ക് പിന്നെ കാണാം. ഓ ഷുവർ. അവളെ നോക്കി ഒന്നുകൂടി ചിരിച്ചുകൊണ്ട് വിഷ്ണു നടന്നുപോയി. ചിരിച്ചുകൊണ്ട് കയറി വരുന്ന ശ്രേയ ടീച്ചറെ കണ്ടതും കുട്ടികളെല്ലാവരും എഴുന്നേറ്റു. എങ്ങനെയുണ്ട് പുതിയ സാറ്? കലിപ്പനാണോ മക്കളെ? ലെക്ചർ സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് ബുക്സൊക്കെ വെച്ചിട്ട് ശ്രേയ ടീച്ചർ വന്ന് ചോദിച്ചു. കുഴപ്പമില്ല ടീച്ചർ. പിന്നെ കണ്ടിട്ട് ആളത്ര പാവമൊന്നുമല്ല. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ അറിയാം. ബാച്ചിലർ ആണെങ്കിൽ ഞങ്ങൾ സാറിനെ ടീച്ചറിന് വേണ്ടി ആലോചിക്കാൻ പോവാ, ആൺകുട്ടികളിൽ ഒരുവൻ പറഞ്ഞു. അത് കേട്ടതും ടീച്ചറിൻ്റെ മുഖം ചുവന്ന് തൊടുത്തുവെന്ന് അമ്മാളുവിന് തോന്നി. പാവാ സാറ്. പിന്നെ ഒരുപാട് ബഹളമൊന്നും ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. പഠിക്കാൻ വന്നാൽ പഠിച്ചിട്ട് വയ്ക്കണം, അത്ര തന്നെ. പൂർണ്ണ പറഞ്ഞതും ആൺകുട്ടികളൊക്കെ ശബ്ദമുയർത്തി. ഓ, ഒരു പഠിത്തക്കാരി, ഒന്ന് പോടി നീ. അവളുടെ ഓഞ്ഞ കുറേ ഡയലോഗും. മറുവശത്ത് നിന്ന് കൃഷ്ണജിത്ത് അവളെ നോക്കി കോക്കറി കാണിച്ചു. ആ മതി മതി, ആ നിർത്തിക്കോ. ഇന്നലെ ഏതുവരെയായിരുന്നു പഠിപ്പിച്ച് നിർത്തിയത്? ടേക്ക് യുവർ ടെക്സ്റ്റ്. ടീച്ചറാണെങ്കിൽ പറഞ്ഞുകൊണ്ട് നോക്കിയതും അമ്മാളുവിൻ്റെ മുഖത്തേക്ക്. ന്യൂ കമ്മറാണ്, പേര് വൈദേഹി. അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് പറഞ്ഞു. ഓക്കെ, എവിടെയായിരുന്നു പഠിച്ചത്? ഫൈനൽ ഇയർ ആയപ്പോൾ എന്താ കോളേജ് മാറിയതെന്നൊക്കെ ശ്രേയ അവളോട് ചോദിച്ചു. അച്ഛനും അമ്മയും പുറത്താണെന്നും ഹോസ്റ്റൽ ലൈഫ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, അവിടെ അപ്പച്ചിയുടെ വീട്ടിലാണ് ഇപ്പോൾ വരുന്നതെന്നും ഒക്കെയായിരുന്നു അമ്മാളു പറഞ്ഞത്. ഓക്കെ, സിറ്റ് ഡൗൺ. ശ്രേയ കൈകൊണ്ട് കാണിച്ചതും അമ്മാളു വരുന്നു. ശ്രേയ ഒരു പാവമാണെന്നും കുട്ടികളുമായിട്ട് കമ്പനിയാണെന്നും ഒക്കെ അമ്മാളുവിന് തോന്നി. ഫസ്റ്റ് ഇൻ്റർവെൽ ടൈം എത്തിയപ്പോൾ ബാക്ക് ബെഞ്ചിലെ കുട്ടികളൊക്കെ എഴുന്നേറ്റ് വന്ന് അമ്മാളുവിനെ കൂടുതലായി പരിചയപ്പെട്ടു. തൻ്റെ വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യം അവൾ എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചു. വിഷ്ണുവിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതിയായിരുന്നു അത്. ക്ലാസ്സിലെ ചില തുരപ്പന്മാരൊക്കെ അമ്മാളുവിനെ കൂടുതലായി പരിചയപ്പെട്ടു. പേരും നാളും അഡ്രസ്സും ഒക്കെ അവർക്കറിയണമായിരുന്നു. കാണാൻ സുന്ദരിയായതുകൊണ്ട് തന്നെ കോളേജിലേക്ക് വന്ന അന്നു മുതലേ അവൾക്ക് ആരാധകരൊക്കെ ആയി തുടങ്ങി. വിഷ്ണുവിന് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് കരുതി വിവാഹം കഴിഞ്ഞ കാര്യം മാത്രം അവൾ ആരോടും പറഞ്ഞില്ല. എന്നാലും എല്ലാ കുട്ടികളോടും അവളൊരു ഗ്യാപ്പിട്ടാണ് നിന്നത്. ഓവറായിട്ട് ഇടിച്ചു കയറിയുള്ള പെരുമാറ്റമൊന്നും അവളിൽ നിന്നും ഉണ്ടായില്ല. പെൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് ചർച്ച എന്ന് പറയുന്നത് വിഷ്ണുവിൻ്റെ കല്യാണം കഴിഞ്ഞോ എന്നുള്ളതായിരുന്നു. സാറിനെ കണ്ട പ്രായമൊക്കെ ഉണ്ട്, അതുകൊണ്ട് മിക്കവാറും കഴിഞ്ഞു കാണും, നേഹ പറയുകയാണ്. ഓ, അത്രത്തോളൊന്നും ഇല്ലടി. പിന്നെ പഠിച്ചു അങ്ങ് നടന്നുകൊണ്ട് ചിലപ്പോൾ പെണ്ണൊന്നും കെട്ടി കാണില്ല. ഹെലൻ എന്നൊരു കുട്ടിയുടെ അഭിപ്രായം അതായിരുന്നു. എന്തായാലും ശ്രേയ മിസ്സിനോട് നമുക്ക് ചോദിച്ചു നോക്കാം. മിസ് അതൊക്കെ എങ്ങനെ ചോദിച്ചറിയും, നേഹ വീണ്ടും പറഞ്ഞു. മിസ്സിന് ചെറിയൊരു ഇളക്കം ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. നീ ശ്രദ്ധിച്ചതിനോടി, സാറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒക്കെ മകത്ത് വല്ലാത്ത ചിരി. അങ്ങനെയൊന്നുമില്ലടി, മിസ് ഒരു ഭാവ. പിന്നെ അവിവാഹിത ഒരു സുന്ദരിയും കൂടിയല്ലേ മിസ്, അതിൻ്റെ ഒരു ഇളക്കം അത്രയേ ഉള്ളൂ, ഹെലൻ പറഞ്ഞു നിർത്തി. എന്തായാലും ഒടുക്കത്തെ ഗ്ലാമറാ, ചുമ്മാ നോക്കിയിരിക്കാൻ തോന്നും. എൻ്റെ സുന്ദര കിട്ടണല്ലേ വിഷ്ണു സാറ്, എന്തൊരു ഗാംഭീര്യമാണ് സാറിൻ്റെ മുഖത്ത്. ഐ ലവ് യു. ദിയ എന്ന് പറഞ്ഞ കുട്ടിയാണ് ഹെലൻ്റെ അടുത്ത് വന്നിരുന്നു കൊണ്ട് പറഞ്ഞത്. ഇവന്മാർക്കൊക്കെ ഇത് എന്തിൻ്റെ സോക്കാടാ, എൻ്റെ കുട്ടീനെ മാത്രമേ കിട്ടിയുള്ളൂ വായി നോക്കാൻ. അമ്മാള് വരുന്നു പെറുപെറുത്തു. അപ്പോഴേക്കും ഇൻ്റർവെൽ ടൈം അവസാനിച്ചിരുന്നു. അടുത്തതും ഒരു ടീച്ചറുടെ ക്ലാസ് ആയിരുന്നു, ദിവ്യ ടീച്ചർ. ആള് പാവമാണെങ്കിലും പഠിപ്പിക്കുന്ന കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആണെന്ന് അമ്മാളൂര് മനസ്സിലായി. വളരെ വിശദീകരിച്ച് തന്നെയാണ് പോർഷൻസ് ഒക്കെ കവർ ചെയ്യുന്നത്. കുട്ടികളെല്ലാവരും വളരെ താല്പര്യത്തോടു കൂടിയായിരുന്നു ദിവ്യ ടീച്ചറിൻ്റെ ക്ലാസ്സിലിരുന്നത്. ദിവ്യ ടീച്ചറും അമ്മാളുവിനെ പരിചയപ്പെട്ടു. വൈദേഹി എന്നാണ് പേരെങ്കിലും തൻ്റെ വീട്ടിലെല്ലാവരും വിളിക്കുന്നത് അമ്മാളു എന്നാണെന്ന് അവൾ കൂട്ടുകാരോടൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ടും എല്ലാവരും അവളെ ഇപ്പോൾ അമ്മാളു എന്നാണ് വിളിക്കുന്നത്. ലഞ്ച് ബ്രേക്ക് ടൈമിൽ അമ്മാളു നേഹയുടെ കൂടെ വെറുതെ വരാന്തയിലൂടെ നടക്കുകയാണ്. സ്റ്റാഫ് റൂമിൻ്റെ വാതിൽക്കിലെത്തിയതും അവൾ വെറുതെ ഒന്ന് നോക്കി. വിഷ്ണു ആരെയോ ഫോണിൽ വിളിച്ചുകൊണ്ട് കസേരയിൽ ഇരിപ്പുണ്ട്. അവൻ നോക്കുന്നുണ്ടെന്ന് മനസ്സിലായതും അമ്മാളു വേഗം തന്നെ അവിടുന്ന് എക്സ്കേപ്പായി. ബ്രേക്ക് ടൈം കഴിഞ്ഞുള്ള ഫസ്റ്റ് പീരീഡ് വിഷ്ണുവിൻ്റേതായിരുന്നു. അവൻ ക്ലാസ്സിലേക്ക് വന്നതും കുട്ടികൾ തേനീച്ച മൂളും പോലെ മൂളാൻ തുടങ്ങി. രാവിലെ കുട്ടികളോടൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചിരുന്ന സാറാണോ ഇപ്പോൾ ഇത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിട്ട് പഠിപ്പിക്കുന്നതെന്ന് എല്ലാവർക്കും സംശയമായി. പോളിമർ കെമിസ്ട്രി ആയിരുന്നു അവൻ്റെ സബ്ജക്റ്റ്. ഇൻഡസ്ട്രിയൽ കെമിക്കൽസ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന ചാപ്റ്റർ ആയിരുന്നു വിഷ്ണു ആദ്യമായി എടുത്തത്. Industrial chemicals are those with an industrial use. This covers a broad range of chemicals used in inks, plastics, adhesives, paints, glues, solvents, cosmetics, soaps, and many other products. 5 of the most common industrial chemicals include sulfuric acid, sodium hydroxide, nitrogen, propylene, and ethylene. Industrial chemicals are used to manufacture many in-demand industrial goods, such as distilled petroleum products, plastics, inks, പെയിൻസ്, അദീവ്സ്, കോസ്മെറ്റിക്സ് ആൻഡ് സോപ്സ്. വളരെ വിശദീകരിച്ച് തന്നെയായിരുന്നു വിഷ്ണു പഠിപ്പിച്ചത്.
ഇടയ്ക്ക് പഠിപ്പിച്ചുകൊണ്ടിരുന്ന നേരത്ത് ആൺകുട്ടികളുടെ ഭാഗത്തു നിന്നും ആരോ ഒരാൾ എന്തോ കമൻറ്റ് പറയാൻ ശ്രമിച്ചതും വിഷ്ണു ഒരൊറ്റ അലർച്ചയായിരുന്നു. എല്ലാവരും ഞെട്ടിത്തെരിച്ചു പോയി, അമ്മാളും അടക്കം. ഞാനിവിടെ കിടന്ന് തൊണ്ട കീറി വായിട്ടലയ്ക്കുന്നത് നിനക്കൊക്കെ അവിടെ കളിച്ച് രസിച്ചിരിക്കാൻ വേണ്ടിയല്ല കേട്ടല്ലോ. പഠിപ്പിക്കുന്ന നേരത്ത് അത് ശ്രദ്ധിക്കാതെ ഇരുന്നാ നാളെ ഈ പോർഷൻസ് എക്സാം ഇടുമ്പോൾ മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ തരുന്ന പണിഷ്മെന്റ് മേടിക്കാൻ നീ തയ്യാറായിരുന്നോ? ഒരാളോടല്ല, എല്ലാവരോടും കൂടിയാണ് ഞാനിത് പറയുന്നത്. അവൻ പറഞ്ഞതും കുട്ടികളെല്ലാവരും വിറച്ചു. ടേക്ക് യുവർ നോട്ട്സ്. അവൻ പറഞ്ഞതും കുട്ടികളെല്ലാവരും നോട്ടെടുത്തു. വിഷ്ണു പറഞ്ഞു കൊടുത്ത ഭാഗങ്ങൾ വളരെ കൃത്യതയോടുകൂടി എല്ലാവരും എഴുതിയെടുത്തു. ഇന്ന് പഠിപ്പിച്ച ഭാഗത്തു നിന്നും നാളെ നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും ആദ്യത്തെ 15 മിനിറ്റ്സ് ഒന്നെങ്കിൽ എക്സാം അല്ലെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. അത് മസ്റ്റാണ്, നോ കോംപ്രമൈസ്. ഇനി ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ ആരും കേട്ടില്ല അറിഞ്ഞില്ല എന്നൊന്നും പറഞ്ഞു വന്നേക്കരുത്. അവൻ കർശനമായി എല്ലാ സ്റ്റുഡൻസിനോടും പറഞ്ഞു. ഈശ്വര, ഒരു നടയ്ക്ക് പോകുമെന്ന് തോന്നില്ല. എന്തൊരു ജാടയാ. കുറച്ചു മുന്നേ വായി നോക്കിയിരിക്കാൻ എന്തൊരു ചേലാണ് ഈ സാറിനെ എന്ന് പറഞ്ഞ ഹെലനാണ് ഇപ്പോൾ ഇമാതിരി ഡയലോഗ് മാറ്റി പറഞ്ഞത്. അത് കേട്ടതും അമ്മാളുവിന് ചിരി വന്നു. നോട്ട്സ് എഴുതി പൂർത്തിയാക്കിയ ശേഷം അവൾ വിഷ്ണുവിനെ ഒന്ന് പാളി നോക്കി. യാദൃച്ഛികമായി പോലും ഒരു നോട്ടം പോലും അവനിൽ നിന്നും അമ്മാളുവിനെ തേടി വന്നിരുന്നില്ല. വൈകുന്നേരം കോളേജ് ടൈം കഴിഞ്ഞതും അമ്മാളു ബസ് സ്റ്റോപ്പിലേക്ക് വേഗത്തിൽ നടന്നു. അവിടെ നിന്നും കുറച്ചു മാറി ഒരു സ്ഥലത്ത് നിൽക്കുവാനാണ് വിഷ്ണു മാളുവിനോട് പറഞ്ഞത്. അതിന് പ്രകാരം അവൾ നടന്നുപോയി. 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കണ്ടു വിഷ്ണുവിൻ്റെ കാറ് വരുന്നത്. വണ്ടി കൊണ്ടുവന്ന് അവൻ നിർത്തിയതും അമ്മാളു ഡോറ് തുറന്ന് മുൻപിലേക്ക് കയറിയിരുന്നു. പാതി വഴി കഴിഞ്ഞിട്ടും അവൻ അമ്മാളുവിനോട് ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. ഇടയ്ക്കൊക്കെ വിഷ്ണുവിനെ മുഖം തിരിച്ച് നോക്കുന്നുമുണ്ട്. അവൻ പക്ഷേ അങ്ങനെ ഒരാൾ വണ്ടിയിലുണ്ടെന്നുള്ളൊരു കാര്യം പോലും മറന്നുകൊണ്ടാണ് വണ്ടി ഓടിച്ചു പോകുന്നത്. എന്താണെന്നറിയില്ല, അമ്മാളുവിൻ്റെ ഉള്ളിൽ ഒരു നൊമ്പരം പോലെ. ഇത്രമാത്രം വെറുക്കുവാൻ താൻ എന്ത് തെറ്റാണ് ചെയ്തത്? അച്ഛനും അമ്മയും അപ്പച്ചിയും ഒക്കെ പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിച്ചു. അതിനുവേണ്ടിയാണോ തന്നോട് ഇങ്ങനെ അകൽച്ച കാണിക്കുന്നത്? വെളിയിലേക്ക് നോക്കിയിരുന്നപ്പോൾ മിഴികൾ രണ്ടും നിറഞ്ഞു തുളുമ്പി. കാഴ്ചയ്ക്ക് മൂടുപടം തീർത്തു. ഷോളിൻ്റെ തുമ്പുകൊണ്ട് മിഴികൾ അമർത്തി തുടച്ചുകൊണ്ട് അങ്ങനെ തന്നെ ഇരുന്നു. തൻ്റെ ഫോൺ ശബ്ദിച്ചതും വിഷ്ണു അത് എടുത്തു നോക്കി. ബ്ലൂടൂത്ത് കണക്ട് ചെയ്തതുകൊണ്ട് അവൻ കാർ ഓഡിയോ ഓണാക്കിയിരുന്നു. ഹലോ, മോനെ, ഞാൻ അമ്മാമ്മയാണ്. മറുതലയ്ക്കിൽ നിന്നും അച്ഛൻ്റെ ശബ്ദം കേട്ടതും അമ്മാളും ഞെട്ടിത്തിരിഞ്ഞ് വിഷ്ണുവിനെ നോക്കി. തിരിച്ച് അവനും. അപ്പോഴും അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. ഹലോ മോനെ, കേൾക്കുന്നുണ്ടോ? ഞാൻ ഡ്രൈവ് ചെയ്യുക, അമ്മാളുവിൻ്റെ കയ്യിൽ കൊടുക്കാം പറഞ്ഞുകൊണ്ട് അവൻ അമ്മാളുവിനോട് സംസാരിക്കാൻ ആംഗ്യം കാണിച്ചു. ഹലോ അച്ഛാ. മോളെ, മാളൂട്ടാ. അയാളുടെ വിളിയൊച്ച കേട്ടതും അമ്മാളുവിൻ്റെ മിഴികളിൽ നിന്നും ധാരധാരയായി മിഴിനീരൊഴുകി. മോളെ, എന്തോ എൻ്റെ കുട്ടിക്ക് സുഖമല്ലേ? ഉവ്, കോളേജിൽ പോയിട്ട് തിരികെ പോരൂ അച്ഛേ. ഇന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ടോ മോളെ? അച്ഛൻ്റെ ചോദ്യം കേട്ടതും അമ്മാള് വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അച്ഛേ, മറ്റൊരു ദിവസം ഇറങ്ങാം. ഇനിയിപ്പോൾ വീട്ടിലെത്തുമ്പോൾ തന്നെ 6 മണി കഴിയും. പിന്നെ അവിടെ നിന്ന് റെഡിയായി ഇല്ലത്തേക്ക് പോന്നാൽ എന്നാൽ പിന്നെ വേറൊരു ദിവസം വരൂ കുട്ടി. അച്ഛാ. അമ്മ എവിടെ? അടുത്തുണ്ട്, കൊടുക്കാം. ഫോൺ കൈമാറുന്നത് അവൾ അറിഞ്ഞു. അമ്മേ, മാളൂട്ടി, പുതിയ കോളേജൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, യാത്രയുടെ ബുദ്ധിമുട്ട് മാത്രം. കുറച്ച് ദിവസം കഴിഞ്ഞാൽ എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ആയിക്കോളും. വിശക്കണുണ്ടാവും അല്ലേ മാളൂട്ടിയെ? എല്ലാ ദിവസവും ഓടിപ്പറഞ്ഞ് കൃത്യം 4 മണിക്ക് വന്ന് ചായയും പലഹാരവും കഴിക്കുന്ന ആളല്ലേ? അമ്മ പറയുന്നത് കേട്ട് അവൾ ചിരിച്ചു. പഴംപൊരിയോ വടയോ മറ്റോ മേടിച്ചു തരാൻ വിഷ്ണുട്ടൊരു പറയട്ടോ. പിന്നെ സന്ധ്യയായി കഴിഞ്ഞാൽ മുറ്റത്തൂടൊക്കെ അധികം ഇറങ്ങി നടക്കരുത്. 6 മാസം അത് വളരെ സൂക്ഷിക്കണമെന്നാണ് പണിക്കര് പറഞ്ഞത്. വിഷം തീണ്ടാനൊക്കെ ജാതകദോഷം കാണുന്നുണ്ടത്രേ. ഞാൻ സൂക്ഷിച്ച് നടന്നോളാം അമ്മേ. എന്നാൽ ശരി മോളെ, വെക്കട്ടെ ഞാൻ. പിന്നെ വിളിക്കാം. അവൾ പറഞ്ഞു കഴിഞ്ഞതും വിഷ്ണു ഫോൺ കട്ട് ചെയ്തു. എന്നെ എൻ്റെ ഇല്ലത്തേക്ക് കൊണ്ടുവിട്ടേരെ, ഞാൻ അവിടെ നിന്നോളാം. എനിക്കതാ ഇഷ്ടം, എൻ്റെ അച്ഛയുടെയും അമ്മയുടെയും കൂടെ നിൽക്കുന്നത്. മുന്നിലെ കാഴ്ചകളിലേക്ക് കണ്ണും നട്ടുകൊണ്ടാണ് അമ്മാള് പറയുന്നത്. അരികിലിരിക്കുന്നവന് കേട്ട ഭാവം തെല്ലുമില്ല. വിഷ്ണുവേട്ടാ, കേൾക്കുന്നുണ്ടോ? മിണ്ടാതിരിക്കടി. കുറച്ചു നേരം കഴിഞ്ഞു അവളുടെ കലവല ചിലപ്പോൾ തുടങ്ങിയിട്ട്. അവൻ ശബ്ദമുയർത്തി. എന്നെ എൻ്റെ ഇല്ലത്ത് കൊണ്ടുവിടുക. എനിക്ക് നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ട് അറിഞ്ഞ് നീ ജീവിച്ചാൽ മതി. ഇല്ലത്തേക്കെന്നല്ല, ഒരിടത്തേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോവില്ല. എൻ്റെ ഭഗവാനെ, പണിക്കര് പറഞ്ഞ പോലെ ഏതെങ്കിലും പാമ്പ് ഒന്ന് കൊത്തി എൻ്റെ ജീവനൊന്ന് എടുക്കൂ. ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം അതാണ്. അത് പറയുകയും അമ്മാള് വാവിട്ട് കരഞ്ഞു. പെട്ടെന്ന് വിഷ്ണു റോഡിൻ്റെ ഓരം ചേർന്ന് വണ്ടി നിർത്തി. ഇറങ്ങടി, ഇറങ്ങാൻ. അവൻ്റെ അലർച്ചയിൽ അമ്മാളു നടങ്ങി. നിന്റെ ഇല്ലത്തേക്ക് പൊയ്ക്കോ, ആരും നിന്നെ തടയില്ല. വേഗട്ടെ, ഇറങ്ങടി.
വിഷ്ണു ശബ്ദമുയർത്തിയതും അമ്മാളു കൈകൾ രണ്ടും മുഖത്തേക്ക് പൊത്തി മുന്നോട്ടാഞ്ഞിരുന്ന് കരഞ്ഞു. പറഞ്ഞത് മനസ്സിലായില്ലേ നിനക്ക്? ഇറങ്ങി പൊക്കോളാൻ. അവളുടെ തോളിൽ പിടിച്ചുകൊണ്ട് വിഷ്ണു ശക്തമായി ഉലച്ചു. എന്നിട്ട് വണ്ടി വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ബസ് സ്റ്റാൻഡിന്റെ അരികിലെ കൊണ്ടുവന്ന് നിർത്തി. ദാ ആ കാണുന്ന സ്റ്റാൻഡിൽ ബസ്സുണ്ട്, വേഗം ഇറങ്ങി പോകാൻ നോക്കടി. വിഷ്ണു വീണ്ടും പറഞ്ഞതും അമ്മാളു അവനെ മുഖം തിരിച്ചു നോക്കി. എനിക്ക് എവിടേക്കും പോകണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാ. പിന്നെ നീ എന്തിനാണ് ഇവിടെ കിടന്ന് ബഹളം കൂട്ടുന്നത്? അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം നിൽക്കാൻ ആഗ്രഹം തോന്നി, അത്ര തന്നെ. ഇനി അങ്ങൊന്നും പറയില്ല കേട്ടോ. പാവ അമ്മാളു സങ്കടത്തോടെ അവനെ നോക്കി പറഞ്ഞു. ഒരിക്കലും ഇനി പറയൂല, സത്യം. വാക്കുകൾ ഇടരാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് അവൾ പറഞ്ഞു നിർത്തി. പിന്നീട് വിഷ്ണു വീണ്ടും വണ്ടി മുന്നോട്ടെടുത്തു. വീട് എത്തും വരേക്കും ഒരക്ഷരം പോലും മിണ്ടിയതുമില്ല. വണ്ടി കൊണ്ടുവന്ന് നിർത്തിയതും അമ്മാളു പെട്ടെന്ന് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഭാവിച്ചു. കുളി കഴിഞ്ഞു മതി കഴിപ്പൊക്കെ. സീറ്റ് ബെൽറ്റ് ഊരി മാറ്റിക്കൊണ്ട് വിഷ്ണു പറഞ്ഞു. എനിക്കിപ്പോൾ സൗകര്യമില്ല, നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുക്കും. അല്ല പിന്നെ. അവനെ നോക്കി ദേഷ്യപ്പെട്ടുകൊണ്ട് അമ്മാളു കുട്ടികളുടെ ഇടയിലേക്ക് ഓടിച്ചെന്നു. എല്ലാവരും വരാന്തയിൽ ഹാജരായിരുന്നു. മാളൂട്ടിയെ എങ്ങനെ ഉണ്ടായിരുന്നു കോളേജിൽ ചെന്നിട്ട്? ആരുവാണ് തൻ്റെ തോളിലിരുന്ന ബാഗ് എടുത്ത് ആരുവിൻ്റെ കയ്യിലേക്ക് അവൾ കൊടുത്തു. വിഷ്ണുവേട്ടൻ പഠിപ്പിക്കുന്നത് മാത്സ് ആണെന്ന് നിന്നോട് ആരടി പറഞ്ഞത്? കട്ടക്കലിപ്പിൽ അമ്മാള് ചോദിച്ചു. ചെറിയച്ഛൻ പറഞ്ഞു. എന്താടാ? ഓ, ഒരു ചെറിയച്ഛൻ. എടി അങ്ങനെ കെമിസ്ട്രിയാണ് പഠിപ്പിക്കാൻ വന്നേക്കുന്നത്. എൻ്റെ ക്ലാസ് ടീച്ചറാണ്. ഈശ്വര. ഈശ്വരൻ തന്നെ, വേറെ ഒരിടത്തും ഇല്ലെങ്കിൽ കൊള്ളാം. അപ്പോഴേക്കും വിഷ്ണു കയറി വന്നിട്ട് പോക്കറ്റിൽ നിന്നും ഓരോരുത്തർക്കും ഡയറി മിൽക്ക് എടുത്തു. കുട്ടികൾക്ക് 3 പേർക്കും അവനത് കൊടുത്തു. ഇത് ചേച്ചി, ഇതെടുത്തോ, ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിച്ചോളാം. മിച്ചു അവളുടെ കയ്യിലുള്ളത് അമ്മാളുവിൻ്റെ നേർക്ക് നീട്ടി. എനിക്ക് വിഷ്ണുവേടെ നേരത്തെ മേടിച്ചതാ, ഇത് നിങ്ങൾ തന്നെ കഴിച്ചോളൂ കേട്ടോ. മിച്ചുവിൻ്റെ കവളിലൊന്ന് തലോടിയ ശേഷം ഋഷിക്കുട്ടൻ്റെ വയറ്റിൽ ചെറുതായ ഒരു ഇടിയൊക്കെ വെച്ച് കൊടുത്തുകൊണ്ട് അവൾ അകത്തേക്ക് കയറി. അപ്പയും മീരേട്ടത്തെയും അടുക്കളയിലായിരുന്നു. അമ്മാളുവിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് അവർ സ്വീകരണ മുറിയിലേക്ക് വന്നു. അപ്പേ, വല്ലാതെ വിശക്കുന്നല്ലോ, കണ്ണുപോലും കാണാൻ വയ്യ. വയറ് തിരുമിക്കൊണ്ട് പറയുന്നവളെ കണ്ടതും പ്രഭ ചിരിച്ചു. പോയി വേഷമൊക്കെ മാറ്റുക, അപ്പ ചായ എടുത്തു വെക്കാമേ. അവർ പറഞ്ഞതും അമ്മാളു സ്റ്റെപ്സ് ഓടിക്കയറി മുകളിലേക്ക് പോയി. ഡ്രസ്സിംഗ് റൂമിൽ ചെന്നപ്പോൾ വിഷ്ണു ഇട്ടിരുന്ന ഷർട്ട് ഊരി മാറ്റുകയാണ്. ഒരു ടോപ്പും വലിച്ചെടുത്ത് ഇറങ്ങാൻ ഭാവിച്ചവളെ വിഷ്ണു പിന്നിൽ നിന്നും പിടിച്ചു വലിച്ചു. എങ്ങോട്ടാ ഇത്ര വേഗത്തി? പോയി കുളിച്ചിട്ട് പൊടി. മര്യാദയ്ക്ക് എന്നെ വിട്ടോണം, വിശന്നിട്ട് കണ്ണു കാണാൻ വയ്യ. അവൻ്റെ കൈത്തടയിൽ അമർത്തി നുള്ളിക്കൊണ്ട് അമ്മാള് കുതിറി. എന്തൊരു വേർപ്പനാറ്റമാണ്, വൃത്തികെട്ട ജന്മം. പോയി കുളിക്കടി മര്യാദയ്ക്ക്. എൻ്റെ മണവും അടിച്ച് എന്നെ കെട്ടിപ്പിടിച്ചൊന്നുമല്ലല്ലോ വിഷ്ണുടെ കിടക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം കുളിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിന്നെ കുളിപ്പിക്കുന്നത് കാണണോ? അവനത് ചോദിച്ചതും പെണ്ണിൻ്റെ ശരീരത്തിൽ ഒരു വിറയൽ അനുഭവപ്പെട്ടു. പിന്നെ ഒന്ന് പോയാൽ മിണ്ടാതെ, മര്യാദയ്ക്ക് എന്നെ വിട്ട് വിഷ്ണുട്ടാ. ഞാൻ പറഞ്ഞത് നിനക്ക് അനുസരിക്കാൻ പറ്റുമെങ്കിൽ വിട്ടേക്കാം. ഇപ്പം പറ്റില്ല, നിങ്ങൾ എന്നാ ചെയ്യും? കാണണോ? ആ കാണണം. അവൾ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ വിഷ്ണു അമ്മാളുവിനെ എടുത്ത് തൻ്റെ തോളത്തേക്കിട്ടു. എന്നിട്ട് നേരെ അവളുമായി വാഷ്റൂമിലേക്ക് പോയി. വിഷ്ണു വേണ്ട, ഞാൻ ഒറ്റ വെക്കും കേട്ടോ. താഴ്ന്നു എത്തുന്നുണ്ടോ മര്യാദയ്ക്ക്? പറയുന്നത് അനുസരിക്കാൻ ബുദ്ധിമുട്ടല്ലേ നിനക്ക്? ഇപ്പോൾ ഇതേ പറ്റൂ. വാഷ്റൂമിൻ്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് അമ്മാളുവിനെ നിർത്തിയ ശേഷം അവൻ തന്നെയാണ് ഡോറിൻ്റെ ലോക്ക് മാറ്റി അകത്തേക്ക് കയറിയത്. ഷവർ ഓൺ ചെയ്ത ശേഷം അവളെ അതിൻ്റെ അടിയിൽ നിർത്തിയിട്ട് അവൻ വെളിയിലേക്ക് ഇറങ്ങി. കുളിച്ചിട്ട് ഇറങ്ങി വന്നോണം, എന്നിട്ട് മതി നിന്റെ കഴിക്കലും കുടിക്കലും ഒക്കെ. അവളെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞ ശേഷം വിഷ്ണു ഡ്രസ്സിംഗ് റൂമിലേക്ക് വീണ്ടും പോയി. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടും അമ്മാള് വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വന്നില്ല. വിഷ്ണു ചെന്ന് ഡോറിൽ തട്ടി. അകത്തു നിന്നും യാതൊരു അനക്കവും ഉണ്ടായില്ല. ഡി അമ്മാളു, വാതിൽ തുറന്നേ. അവൻ ശബ്ദമുയർത്തി. വെറുതെ അവൻ ഡോറിന്ന് തള്ളി നോക്കിയപ്പോൾ കണ്ടു നനഞ്ഞു കുതിർന്ന് നിലത്തിരിക്കുന്നവളെ കാൽമുട്ടിൽ മുഖം പൂഴ്ത്തി വെച്ചുകൊണ്ട് ഇരിക്കുന്നു. അമ്മാളു വിളിച്ചുകൊണ്ട് അവനകത്തേക്ക് കയറി. അവളെ പിടിച്ച് പൊക്കി എഴുന്നേൽപ്പിച്ചു. മുഖം പിടിച്ചുയർത്തിയപ്പോൾ കണ്ടു അവളുടെ ഇരുമിഴികളും നിറഞ്ഞൊഴുകുന്നത്. ഞാൻ കുളിപ്പിക്കാം, അപ്പോൾ പ്രശ്നം തീർന്നല്ലോ പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ടോപ്പ് പിടിച്ച് മേൽപോട്ട് ഉയർത്താൻ തുടങ്ങിയതും അമ്മാളു അവനെ തള്ളി മാറ്റി ഇറക്കി വിട്ടു. എന്നിട്ട് വാഷ്റൂം ലോക്ക് ചെയ്ത ശേഷം പെട്ടെന്ന് കുളിച്ചു. കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയാണ്. സങ്കടം വന്നിട്ട് വയ്യ. നെഞ്ചൊക്കെ വിങ്ങി പൊട്ടും പോകും പോലെ. കുളിച്ചു കഴിഞ്ഞ് ഡ്രസ്സ് മാറി അവൾ ഇറങ്ങി വന്നപ്പോൾ വിഷ്ണു ബെഡിലിരിപ്പുണ്ട്. അവളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് ഒരു നുള്ളു സിന്ദൂരം എടുത്ത് നെറുകയിൽ തൊട്ടു. മൂക്കിൻ തുമ്പിൽ വീണ രേണുക്കൾ അവൾ ടവൽ ഉപയോഗിച്ച് തുടച്ചു മാറ്റി. തന്നെ ഉറ്റുനോക്കിയിരിക്കുന്ന വിഷ്ണുവിനെ കണ്ടതും അവൾക്ക് വിറഞ്ഞു കയറി. നിങ്ങൾ ആ 3 കുട്ടികൾക്കും ഡയറി മിൽക്ക് സിൽക്ക് വാങ്ങിക്കൊടുത്തു, എന്നിട്ട് എനിക്കോ തന്നു വരണം? അവരുടെയൊക്കെ പ്രായമുള്ളൂ എനിക്കും. ഇതൊക്കെ കഴിക്കാൻ പറ്റുന്ന പ്രായം തന്നെയാണ്. ഉച്ചയ്ക്ക് ഇത്തിരി ചോറ് വാരി തിന്നതാ, വിശന്നിട്ട് കണ്ണ് കാണാൻ പോലും വയ്യായിരുന്നു. എന്നിട്ട് ഈ ചോക്ലേറ്റ് എല്ലാം നിങ്ങൾ വണ്ടിയിൽ ഒളിപ്പിച്ചു വെച്ചു, തന്നു വരണം.
എന്നിട്ട് കൊണ്ടുവന്ന പടി കുട്ടികൾക്ക് നീട്ടി. അത് പറയുകയും അവളെ ശോഭം കൊണ്ട് വിറച്ചു. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഈ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ വെച്ച് ഈ താലി എടുത്ത് ഉയർത്തിയപ്പോൾ കഴുത്ത് കുനിച്ചു തന്നില്ല ഞാൻ. ആ പരിഗണന പോലും കാട്ടിയോ? ഇല്ലല്ലോ. ഞാനെന്തോ വലിയ അപരാധം ചെയ്ത പോലെയാ വിഷ്ണുവേട്ടൻ്റെ നോട്ടവും ഭാവവും ഒക്കെ.